എന്താണ് സംഭവം പെണ്ണൊരുത്തിയേ? ഇപ്പം കണ്ടുമുട്ടിയതേ ഉള്ളല്ലോ. സംഭവം കഥയും ഇനിയല്ലേ തുടങ്ങണം. വമ്പത്തി ഏതാണ് നാട്? ഈ നാട് എന്റെ തന്നെ. ഓഹോ, പേര്? ഊരും പേരും ചോദിക്കണെന്താ? വല്ല പെണ്ണെടുക്കാൻ തേടുവാണോ? എന്തിനാണ് ഞാൻ തേടുന്നത്? നീ തന്നെ പാവം വന്ന ഒരു പഴമല്ലയോ, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അത്രയ്ക്ക് ഉഷരനാണോ? അയ്യത്തടാ, പേര് കേട്ടോ? മാല, മാലക്കുറത്തി. ഇങ്ങനെ പേര്? ഏൻ പേര് മാരൻ. ഓയ് നിൽക്കണം, മാല എടുക്കണം. മാല? ഏത് മാല? എന്ത് മാല? ഞാൻ കണ്ടു, കട്ടെടുക്കുന്നതേ ഞാൻ കണ്ടു. അയ്യത്തടാ, കണ്ടോ? എന്നാ ഒന്നൂടെ കണ്ടോളി. കടുവായി പിടിക്കുന്ന കിടുവാന്ന് കേട്ടിരിക്കുന്നു. എടി മാലെ, ഇന്നോളം എന്നെ ജയിക്കാൻ ജനിച്ചോരില്ല. നീ അറിയാതെ നിന്റെ കാൽ ചുവട്ടിന്ന് ഞാൻ എടുക്കും. നിന്റെ കൺപീരി കടി അറിയാതെ കണ്ണീന്ന് ഞാൻ കക്കും. എന്തിനീ വമ്പ്? ചെയ്ത് കാണിക്ക്. ഇതാ മാല. വമ്പൊന്ന് വേറെ കാട്ടിത്തരുവോ? വമ്പ് ഞാൻ കാട്ടും, പക്ഷേങ്കില് പാവങ്ങളെ സാധുക്കളെ ഞാൻ ഒന്നും ചെയ്യൂ. വലിയ പണക്കാരുടെ പേര് പറയും, ഞാൻ കണ്ണു വെച്ചോളാം. പാവമെന്നും പണക്കാരനെന്നും വേറിട്ട് എന്തിന് കാണുന്നേ? കേട്ടോളി, മേല് നനയാത്ത നീർച്ചാലില് നീന്താണ്ട് നദിയിൽ നീന്തി ഇടിക്കണോ ആനയുടെ നെറ്റിയിലിടി. കള്ളനാണേനും കൊള്ളാവുന്ന ചില നിശ്ചയങ്ങൾ ഉണ്ടേ. മാത്രല്ല ആണത്തും കുറവല്ല. ആഹാ, എങ്കില് ഈ നാട്ടില് മങ്കമ്മ റാണിയുടെ കഴുത്തില് പച്ചക്കല്ല് പതക്കം വെച്ച് വില പിടിച്ച ഒരു മാലയുണ്ട്. ഉശിരുണ്ടോ? അത് കട്ടോണ്ടുവാ. ഇന്നേക്ക് എണ്ണിത്തൊട്ട് 3-ാം നാൾ സൂര്യൻ അസ്തമിക്കും മുമ്പ് ആ മാല ഞാൻ കൊണ്ടുതരും. തന്നാൽ ചോദിക്കണത് എന്തും തരും. തരുമല്ലോ, മതി. തമ്പ്രാട്ടി, കൊച്ചമ്മോ, ഈ മനുഷ്യന്റെ പെരുമാറ്റവും ഭാവം കണ്ടിട്ട് ഇയാൾ അരക്കള്ളൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അരക്കള്ളനോ? എടോ നടുവോടി, എടോ നടുവോടി, എടോ താൻ ഒരു സഞ്ചാരിയല്ലേ? തനിക്ക് ഒരുപാട് അറിവുകളും കഥകളും കാണിയില്ലേ? ഉണ്ടാകും. അതിന് എനിക്കൊരു വഴി കാണിച്ചു തരണം, ഞാൻ മരിക്കാറായി. തനിക്കെന്താ രോഗം? എനിക്ക് രോഗമൊന്നുമില്ല, പിന്നെ ഒരു ഒരു പ്രേമം. നെടുമംഗലം സ്വരൂപത്തിലെ തമ്പുരാട്ടി മങ്കമ്മ റാണിയുടെ കൊച്ചു തോഴി കൊച്ചമ്മു എന്റെ എന്റെ പ്രാണ. അയ്യോ പാവം. എന്നിട്ട് ഞാൻ എത്ര പണമാണ് അവൾക്ക് ചക്കയുടെ ഉണ്ണിയപ്പവും വാങ്ങിക്കാൻ കൊടുത്തിരിക്കുന്നത്. അവളുടെ തലമുടി നാരി പോലും എന്നെ തൊടാൻ സമ്മതിക്കില്ല. ആഴ്ച തോറും അവൾക്ക് ഓരോ ദിവസം ഓരോ ഒഴിവുകളാണ്. ബാക്കി കൂടെ പറ. ഞാനിപ്പം പറയുന്നില്ല. അവൾ വരുന്നുണ്ട്. മനുഷ്യന്റെ ബുധനാഴ്ചയാ തമ്മി തൊട്ടുകൂടാ. ഇത് കൊച്ചമ്മല്ല, നീ ആളങ്ങ് വലുതായി പോയല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? അറിയുമോ? കൊച്ചമ്മു എന്നെ മനസ്സിലായില്ലേ? കൊച്ചമ്മു എന്റെ കൊച്ചു. അതേന്ന് നീ എങ്ങനെ ഓർക്കാനാണ്? ചെറുപ്പത്തിലെ പനഞ്ചക്കര തിന്നാൻ എല്ലാ ദിവസവും നീ എന്റെ വീട്ടിൽ വരും. അന്ന് നിന്റെ കവളത്തൊന്ന് തൊടാമെന്ന് വെച്ചാ ഇതുപോലെ എന്റെ വിരൽ പിടിച്ചോടിക്കും. അന്നെങ്ങാനും നിന്റെ മൂക്കിലൊന്ന് പിടിക്കാമെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ പോവുക, നീയും എന്റെ കൂടെ വാ. നമുക്ക് ചക്കപ്പഴം തിന്നുകൊണ്ടേ പല കഥയും പറയാൻ കഴിഞ്ഞു പോയേ. ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ ഈ വരവ് പ്രതീക്ഷിച്ചതാണ്. പറഞ്ഞു തന്നാലേ മാധുവിന് ഓർമ്മയുണ്ടല്ലോ. എന്ത് വേണം? എന്ത് ധിക്കാരമാണിത്? നിന്റെ തമ്പുരാട്ടി അല്ലി എവിടെ? എന്തിനാ? അല്ലി എന്നെ കാത്തിരിക്കുന്നു. എന്റെ തമ്പുരാട്ടി സോമവാര വ്രതത്തിലാണ്. നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും. ഞാനും പ്രാർത്ഥനയിലാണ്. എന്നെ നയിക്കൂ, എന്നെ നയിക്കൂ. ഇതാ നോക്കൂ, 7 തിരശ്ശീലകൾ കണ്ടോ? കണ്ടു. ഇവയിൽ ഏതോ ഒരു യവനികയുടെ പിന്നിൽ എന്റെ തമ്പുരാട്ടിയുണ്ട്. കണ്ടുപിടിക്കൂ. ഒരു കാര്യം 3 പ്രാവശ്യം ശ്രമിക്കാൻ മാത്രം അനുവദിക്കും. ഓർമ്മയിരിക്കട്ടെ. ശരി. കണ്ടുപിടിക്കൂ.
2 കഴിഞ്ഞു. ഇനി ഒരു തിരശീല കൂടി അകറ്റാം. അത്രേ പാടുള്ളൂ. സോമവാര വ്രതത്തിലിരിക്കുകയാണല്ലേ? അതെ. തിങ്കൾ, സോമവാരം, ഞായർ, തിങ്കൾ. ഇപ്പോൾ ആഴ്ചയിൽ 2ാമത്തെ ദിവസം. 1, 2. കാമൻ പുഷ്പദലങ്ങൾ കൊണ്ടു പുതുതായി തീർത്തുള്ള പൂപ്പന്തല്ലോ, പ്രേമത്തിന്റെ മരീചിമാല ഇരുളിൽ ചിന്തുന്ന പൊന്തീപമോ, വ്യോമത്തിങ്കൽ വസന്ത ചന്ദ്രികയുമായി പൊന്തുന്ന വെൺതിങ്കളോ, ആമൽ ജീവിത ഭാഗ്യമോ, വിലസുമീ വിശ്വൈക സമ്മോഹിനി. എന്താണിത്? കുട്ടിയെ നൃത്തം പഠിപ്പിക്കാനായിട്ട് പുതുതായിട്ട് വന്ന ഒരു അധ്യാപകനാണ്. ഓ ശരി, നടക്കട്ടെ നടക്കട്ടെ. എന്തോ കുറിപ്പാണ്. വായിക്കൂ. നെടുമംഗലത്ത് സ്വരൂപം തമ്പുരാട്ടി മങ്കമ്മ റാണിക്ക്. തമ്പുരാട്ടിയും കൂട്ടരും എന്നെ പിടിക്കാനും അഴികൾക്കുള്ളിൽ അടയ്ക്കാനും വളരെ പണിപ്പെടുന്നു എന്ന് കഷ്ടപ്പെടേണ്ട. കഴുത്തിൽ കിടക്കുന്ന രക്ഷകെട്ടിയ മാലയുണ്ടല്ലോ, അത് മോഷ്ടിക്കാൻ നാളെ രാത്രി ഞാൻ വരുന്നുണ്ട്. കഴിയുമെങ്കിൽ പിടിക്കാം. അരക്കള്ളൻ. എന്തൊരു മുഷ്ക്! മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് മോഷ്ടിക്കാൻ. അതാണ് അരക്കള്ളന്റെ പ്രത്യേകത. ഈ അവസരം ഉപയോഗിച്ച് ആരെ പിടിക്കണം. കൊട്ടാരത്തിന് ചുറ്റും കർശനമായ പാറാവ് ഏർപ്പെടുത്തു. ഉത്തരവ്. കൊച്ചമ്മു, വിളിച്ചത് പറയട്ടെ. ദേവി, അനുവാദമില്ലാതെ അകത്ത് കിടന്ന് തെറ്റ് ഞാൻ ചെയ്തു. എന്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയായിരുന്നു. പരീക്ഷണങ്ങൾ ഇനിയും പലതുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ അതിലെല്ലാം എന്റെ എന്റെ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ഒരു തമ്പി എന്നാണ്. എന്റെ തമ്പുരാൻ. അരുവിക്കര എന്ന ഗ്രാമത്തിൽ ഒരു പെണ്ണ് ഒരു പുരുഷന് അവളുടെ ഹൃദയം കൊടുക്കുമ്പോൾ അയാളെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കാറില്ല. അനുവാദത്തോടെ ആരും സ്നേഹിക്കാറുമില്ല. എന്താ ഈ ദുഃഖഭാവം? പെണ്ണായി പിറന്നതുകൊണ്ട് തന്നെ പറയണം. എന്റെ ഇഷ്ടമനുസരിച്ച് ഒരു പുരുഷനെ മാലയിടാൻ എനിക്ക് അനുവാദമില്ല. ഒന്നുകിൽ അച്ഛന്റെ ആഗ്രഹത്തിനൊത്ത ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നെടുമംഗലത്ത് സ്വരൂപത്തിലെ തമ്പുരാട്ടി മങ്കമ്മ റാണിയുടെ കഴുത്തിൽ വലിയ രക്ഷ കെട്ടി പച്ചക്കൽ പതക്കം വെച്ച ഒരു മാല. അതുകൊണ്ട് അത് കൊണ്ടുവരുന്ന ആൾക്ക് മാത്രമേ എന്നെ വിവാഹം ചെയ്യാൻ അർഹതയുള്ളൂ. ആ മാലയ്ക്കുള്ള മേന്മ? എങ്ങോ വനാന്തരത്തിലുള്ള ഒരു ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിധിയുണ്ട്. അത് എടുക്കാനുള്ള മാർഗം ആ മാലയിലെ രക്ഷയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് തലമുറകളായി പറഞ്ഞു വരുന്നു. എന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലും എന്തൊക്കെയോ കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ മാല കൂടെ കിട്ടിയാൽ ഒരു പക്ഷെ നിധിയെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞേക്കും. ഈ മാല നോക്കൂ. ഓം ഹ്രീം നമ. ഭുവനേശ്വരി ക്ഷേത്രത്തിലെ നിധിക്ക് വേണ്ടി നെടുമംഗലം സ്വരൂപത്തിലെ മാല നോക്കുക. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്നാൽ ഈ മാലയുമായി നേരെ നെടുമംഗലത്തേക്ക് പോകരുത്. അത് അപകടമായിരിക്കുമെന്ന് അച്ഛൻ പറയുന്നു. ആ മാല ഞാൻ കൊണ്ടുവരും. ആ നിധിക്ക് വേണ്ടിയല്ല, എന്റെ ഈ നിധിക്ക് വേണ്ടി. ഞാൻ കാത്തിരിക്കും. മങ്കമ്മ റാണിയുടെ അരമനയിൽ ചെന്ന് പെടാനും ആ മാല കൈക്കലാക്കാനുമുള്ള മാർഗങ്ങളൊന്നും വ്യക്തമായി തെളിയുന്നില്ല. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്.
അല്ല ഇതാര് കൊച്ചമ്മോ? പിന്നെ ഇന്നെനിക്ക് അധികം സംസാരിക്കാൻ സമയമില്ല, ഉടനെ പോകണം. എന്താ ഇത്ര ധൃതി? കാര്യം അറിഞ്ഞ വർത്താനം. നാളെ രാത്രി തമ്പുരാട്ടി മങ്കമ്മ റാണിയുടെ അന്തഃപുരത്തിൽ അരക്കണ്ണൻ വരുന്നു. എന്തിനാന്ന് മനസ്സിലായോ? മറ്റൊന്നിനുമല്ല, തമ്പുരാട്ടിയുടെ മാല കക്കാൻ. അരക്കള്ളൻ മാല കക്കാനും മടിക്കില്ല. കൊച്ചമ്മോ വരൂ, ചോദിക്കട്ടെ. ഈ അരക്കള്ളൻ അവിടെ വരുമ്പോ അവനെ പിടിക്കാൻ തമ്പുരാട്ടി എന്തു ചെയ്യും? അത് സ്വകാര്യമാണ്, ആരും അറിയണ്ട കേട്ടോ. പിന്നെ നാളെ രാത്രി കൊട്ടാരത്തിൽ വലിയ കാവൽ ഏർപ്പെടുത്തുന്നുണ്ട്. അതും കൂടാതെ ആരും ഉറങ്ങാതിരിക്കാൻ വേണ്ടി തമ്പുരാട്ടി നൃത്തവും പാട്ടും ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ അരക്കള്ളൻ കുടുങ്ങിയത് തന്നെ. ഞാൻ പോട്ടെ, ഒരുപാട് സമയമായി. അരക്കള്ളോ, ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? അകത്ത് കടക്കാനുള്ള വഴി കിട്ടിയോ? കിട്ടി, ഇപ്പൊ പിടി കിട്ടി. നെടുമംഗലത്തെ ആ മാല ഒരിക്കലും അരക്കള്ളന് കിട്ടില്ല. വെറുതെ ശ്രമിക്കണ്ട. മുക്കാൽ കള്ളൻ. മുക്കാൽ കള്ളൻ? അതാരാ? കടുവായെ പിടിക്കുന്ന കടുവായ? ആരാ ഈ മുക്കാൽ കള്ളൻ? ശരി, കാണാം. ആവശ്യമുള്ള രക്ഷ എഴുതിയ മാലയാണ് റാണിയുടെ കഴുത്തിൽ തിളങ്ങുന്നത്. അരക്കള്ളം വേഷം മാറി വരും, ഒരു നോട്ടം വേണം.